ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലാണ്. എക്സലിൽ നമ്മൾ ക്വാണ്ടിറ്റി കാണിക്കുമ്പോൾ യൂണിറ്റ് കാണിക്കുന്ന സമയത്ത് നമ്മൾ കിലോഗ്രാം, നമ്പർ, പീസസ്, ബോക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അത് സാധാരണ നമ്പറിൻ്റെ കൂടെ ആ ലെറ്റേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഉത്തരം കാണാൻ പറ്റില്ല. എറർ വാല്യൂ ആണ് നമുക്ക് കാണിച്ചു തരിക. ഈ പ്രോബ്ലം എങ്ങനെ ക്ലിയർ ചെയ്യും എന്നതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഉദാഹരണം ഞാനിവിടെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഈ ക്വാണ്ടിറ്റിയിൽ ഞാൻ 2 kg എന്നുള്ളത് കൊടുത്തു. അടുത്തതിൽ പ്രൈസാണ് കാണിക്കുന്നത്, 50 പ്രൈസ് കൊടുത്തു. ഇവിടെ ഇക്വേഷൻ നമ്മൾ കാണുമ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരിക ഇങ്ങനെയാണ്. അതായത് ആ നമ്പറിൻ്റെ കൂടെ kg എന്നുള്ളത് കൊടുക്കുമ്പോൾ വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, എറർ കാണിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഞാനിപ്പോൾ 10 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോഴേ അവിടെ kg വരുന്നുണ്ട്. അല്ലെങ്കിൽ 1 kg എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിവിടെ പ്രൈസും നമ്മൾ കൊടുത്തു. അതിനുശേഷം ഇക്വേഷൻ കൊടുക്കുകയാണ് ഈക്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഇവിടെ ആ പ്രശ്നം വന്നില്ല. kg എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നമുക്ക് കാണിക്കുന്നില്ല. അതെങ്ങനെയാണ് എന്നതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഈ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റണം. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നേരത്തെ ചെയ്ത പോലെ നമുക്കൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ. സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓൾ ബോർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്ത് അതിനൊരു ഫുൾ ബോർഡർ കൊടുക്കുക. ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ബോൾഡ് ചെയ്യുക, അലൈൻമെൻറ്റ് മാറ്റുക. കളർ ചെയ്യണമെങ്കിൽ കളറും കൂടെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോർമാറ്റ് ചെയ്യുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ക്വാണ്ടിറ്റി എഴുതുന്ന ഇത്രയും കോളം നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഹോം എന്നുള്ള മെനുവിൽ നമ്മളിവിടെ ജനറൽ, അതുപോലെ തന്നെ കറൻസി സിമ്പിളൊക്കെ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്തിന് തൊട്ടടുത്തായിട്ട് ഒരു നമ്പർ ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കാണാം. ഈ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്പറിൻ്റെ അടുത്തുള്ള ഈ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഫോർമാറ്റ് സെല്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടൈപ്പ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ ജനറൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ജനറൽ എന്നുള്ളത് മാറ്റി ഹാഷ് ടൈപ്പ് ചെയ്യുക. ഡബിൾ കോഡ്സിന് ഉള്ളിൽ ഏതാണോ നമുക്ക് യൂണിറ്റ് കാണിക്കേണ്ടത്, കിലോഗ്രാം ആണെങ്കിൽ നമ്മൾ ആ kg ഫോർമാറ്റ് കൊടുക്കുക. അതല്ല നമ്പർ വേണമെങ്കിൽ എന്നോ എന്നുള്ളത് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഹാഷ് ഡബിൾ കോഡ്സിൽ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ് kg കൊടുക്കാം, നമ്പർ ആണെങ്കിൽ എന്നോ എന്നുള്ളത് കൊടുക്കുക, പീസസ് വേണമെങ്കിൽ കൊടുക്കാം, ബോക്സ് കൊടുക്കാം, പിന്നെ ലിറ്റർ ഉണ്ടെങ്കിൽ അത് ഏതാണോ ആവശ്യം വരുന്നത് അത് ഡബിൾ കോഡ്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ ക്വാണ്ടിറ്റി കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 20 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ kg വരും. ഇനി നമ്മൾ പ്രൈസും കൂടെ കൊടുക്കാം. അതിനുശേഷം ടോട്ടൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓട്ടോ സം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈക്വൽ ഇതിൽ ഇൻറ്റു ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഇപ്പോൾ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് ആദ്യം ഈ കോളംസ് അത്രയും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്പറിൽ വരിക. നമ്പറിൽ വന്നതിന് ശേഷം
ടൈപ്പ് കസ്റ്റം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ടൈപ്പിൽ വന്ന് ഹാഷ് ഡബിൾ കോഡ്സിൽ KG ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി ഇവിടെയൊക്കെ നമ്മൾ വെറുതെ നമ്പേഴ്സ് മാത്രം കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ KG എന്ന് പറയുന്ന ഫോർമാറ്റ് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു പ്രോബ്ലം ക്ലിയർ ചെയ്യുന്നത്.